ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസം ഓരോ CSM പ്രവർത്തകനും മനസ്സിൽ സ്വപ്നം കണ്ട ഒരു ദിവസമാണ്. സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ഏകതയുടെയും ഒക്കെ ഒരു പ്രതീകമാണ് ഇന്നത്തെ ഒരു ദിവസം. എല്ലാവരുടെ മുന്നിലും ഒരു പ്രതീക്ഷ നൽകുന്ന, ഒരു സ്വപ്നങ്ങൾ പൂത്തുലയുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് CSM മാറുകയാണ്. ഇന്ന് ഓരോ CSM കുടുംബത്തിനും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഓരോ CSM കുടുംബത്തിനും വ്യക്തിപരമായിട്ട് ഓരോ CSMന്റെ സഹപ്രവർത്തകനും അഭിമാനിക്കാവുന്ന, കാരണം ഈ ഒരു കമ്പനി തുടങ്ങിയ ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം ഇവിടെ സൂചിപ്പിച്ചു, ഒരു ഹോട്ടൽ മുറിയിൽ അല്ലെങ്കിൽ ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് ഒന്ന് പ്ലാൻ ചെയ്യുന്നു. കൃത്യമായിട്ട് ഇന്നിപ്പോ നമുക്ക് കാണാൻ, ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം, ഇനി പ്രോഡക്റ്റ് വേണ്ട, പ്ലാൻ പറയണ്ട, എന്ത് ചെയ്താൽ മതി, ഓഫീസ് കണ്ടാൽ മതി എന്നൊരു രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, CSMനെ വളർത്താൻ പറ്റി. കഴിഞ്ഞ 2 വർഷത്തെ CSMന്റെ ഒരു വളർച്ച ദൃഢവേഗത്തിൽ നമുക്ക് മുന്നേറുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നതൊരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ദിവസമായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നവരായി മാറാൻ പോകുന്നവരാണ് നമ്മളെല്ലാവരും. ഇന്ന് ഈ വേദിയിൽ ഇരിക്കുന്നവരെല്ലാവരും ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുന്നവരാണ്. CSMനെ സംബന്ധിച്ചോളം തങ്കലിപികളിൽ കൊത്തിവെക്കാൻ പോകുന്ന പേരുകളാണ്. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും മാക്സിമം, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ എല്ലാവരോടും സൂചിപ്പിച്ചു, മാക്സിമം അതിസുന്ദരന്മാരും സുന്ദരികളുമായിട്ട് എത്തണം. എല്ലാവരും അങ്ങനെ തന്നെ വന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. നല്ലൊരു സുന്ദരന്മാരും സുന്ദരികളുമാണെന്ന് പറഞ്ഞിട്ട് കൈയടിയില്ലേ? യെസ്. അപ്പോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം, വീഡിയോഗ്രഫി, ഫോട്ടോഗ്രഫി കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഇതെല്ലാം എവിടെ വരുന്നു? നമ്മുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടെ കിടക്കാൻ പോവുകയാണ് കമ്പനിയുടെ ഒഫീഷ്യൽ ഇനാഗ്രേഷൻ ഡേയിൽ നമ്മുടെ ഒരു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത് നമ്മളെല്ലാവരും ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഇന്ന് ഈ ഓഫീസ് ശരിക്കും പറഞ്ഞാൽ ഒരു സിമെന്റിലോ അല്ലെങ്കിൽ ഈ ഇന്റീരിയർ ചെയ്ത ഒരു കെട്ടിടമായിട്ട് മാറുന്ന ഒരു രീതിയല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഓരോ CSM പ്രവർത്തകനും അവന്റെ സ്വപ്ന സാഫല്യത്തിലേക്ക് കടക്കുന്ന ഒരു സ്വപ്നത്തിന്റെ വാതിലായി നമുക്ക് കണക്കാവുന്ന നമ്മുടെ CSMനെ സംബന്ധിച്ചോളം വലിയ ഉയർച്ചയിൽ, വലിയ എല്ലാവരുടെയും വളർച്ചയിൽ ഒരു ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറയാറില്ലേ, ഏതൊരു വലിയ യാത്രയ്ക്ക് പോകുമ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാറുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്ര ദൂരമുള്ള യാത്ര ചെയ്താലും ഫസ്റ്റ് സ്റ്റെപ്പിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു പടിയായിട്ട് അല്ലെങ്കിൽ ഒരു മേഖലയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ഈ ഒരു ദിവസത്തെ സൂക്ഷിക്കാം അല്ലെങ്കിൽ ഓർമ്മയിൽ വെക്കാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു കണികയായിട്ട് CSM തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. വളരെ ചെറിയൊരു കണികയായിട്ട് ആരംഭിച്ചു. ഇന്ന് എനിക്ക് തോന്നുന്നു പല രാജ്യങ്ങളിൽ മനുഷ്യന്റെ ഉള്ളിൽ തീപ്പൊരി പടർത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ പ്രചോദനമായിട്ട് മാറാൻ ഇന്ന് CSMന് സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ളൊരു കാര്യം. ഞാൻ ഇന്ന് ഈ വേദിയിൽ നിന്ന് കാണുന്നത്, നിങ്ങളെല്ലാവരിലും ഞാൻ കാണുന്നത് ഒരു സാധാരണ ഒരു CSM പ്രവർത്തനയല്ല. നാളെ CSM നെഞ്ചിലേറ്റിക്കൊണ്ട് CSM വലിയ വിജയങ്ങൾ കൈയടക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുൻനിര പോരാളികളായി മാറാൻ പോകുന്ന വ്യക്തിത്വങ്ങളെയാണ്, നായകനും നായകിമാരുമാണ് ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്നവർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ നിന്ന് ഉയരുന്ന ഓരോ ശബ്ദവും ലോകം മുഴുവൻ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഈ ഇവിടെ നിന്ന് ഉയരാൻ പോകുന്ന എല്ലാ ശബ്ദങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം, ഞാൻ അതുകൊണ്ട് എല്ലാവരോടും പറയുന്നത്, മാക്സിമം ഉയരത്തിൽ ശബ്ദത്തിൽ വേണം നമ്മൾ ഇന്ന് സംസാരിക്കാൻ. ഇന്നിവിടെ തുടക്കമാണ്. CSMന്റെ വലിയ ഒരു റൗണ്ട് അപ്പ് നമ്മൾ ഇവിടെ തുടങ്ങുവാണ്. ഒരു ചരിത്രത്തിൽ ഇനി ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് ശേഷവും ഇതിനു മുമ്പും എന്നുള്ളതായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് അറിയപ്പെടാൻ പോകുന്നത്? CSMന്റെ ഈ ഒരു ഇനാഗ്രേഷൻ സെറിമണിക്ക് മുമ്പും അതിനുശേഷവും എന്ന രീതിയിലായിരിക്കും CSMന്റെ പ്രവർത്തന വഴികളിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്ത് വന്നാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ്. അത്രത്തോളം ഇൻസ്പയറിംഗ് ആണ്. ഞാൻ ഇന്നിവിടെ വന്ന് കണ്ടപ്പോൾ ഒരു പ്രീമിയം ഒരു ഹോട്ടലിൽ ചെന്നാൽ എന്തൊക്കെ ഉണ്ടാവും, ആ ഒരു സെറ്റപ്പ് എല്ലാം ഇന്ന് കമ്പനി നമ്മൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് തീർത്ത് ചോദിക്കുന്ന, നമ്മൾ ഓരോ കമ്പനിയിലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അവർ അത്രയും ദീർഘവീക്ഷണത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു വിഷൻ ഓറിയന്റഡ് ആയിട്ട് പോകുന്ന മറ്റൊരു കമ്പനി ഇന്ന് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CSMനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു ആരംഭഘട്ടത്തിൽ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലൈറ്റ്നിങ് സെറമണിയിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്.